പിള്ളേർക്ക് ഞാൻ ഷവർമയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാൻ പോണത്. അതിന്റെ ആദ്യ പടിയൊന്നോളം ഗരം മസാല വറുത്തങ്ങോട്ട് പൊടിച്ചെടുത്തു. എന്നിട്ട് അത് അപ്പൊ തന്നെ ഞാനൊരു കുപ്പിയിലേക്കാക്കി വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 പൊട്ടാറ്റോ അങ്ങോട്ട് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു. ഇതിനിപ്പോ ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ യൂസ് ചെയ്യണേ. പക്ഷെ അതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതുണ്ടല്ലോ, വീട്ടിൽ എത്തി നോക്കിയപ്പോഴാണ് ബോൺ വിത്ത് ബ്രസ്റ്റ് ആയി പോയി. ഇന്നലെ ഞാൻ മേടിച്ച ഫ്രീസറിൽ വെച്ചതാണ്. ഞാൻ രാവിലെ തന്നെ ഡീപ് ഫ്രീസ് ചെയ്യാനായിട്ട് പുറത്തെടുത്ത് വെച്ചു. എന്നാലും ചെറിയ കട്ടിപ്പുണ്ടായിരുന്നു കേട്ടോ മുറിക്കുമ്പോഴേ. ചിക്കൻ ഞാൻ നീളത്തിൽ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. മുറിച്ച് കഴിഞ്ഞിട്ടേ അതങ്ങ് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചു. അടുത്തത് ഞാൻ ഇതിലേക്ക് ഇടാനായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാണ് കേട്ടോ. എനിക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എന്തിന്റെയോ ഭയങ്കര കുത്തൊക്കെ ഉള്ള മാതിരി തോന്നും. അപ്പൊ ഞാനെപ്പോഴും വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇത് അരയ്ക്കാറുള്ളത്. അടുത്തതായിട്ട് മാറ്റി വെച്ച് ചിക്കൻ ഇങ്ങോട്ട് എടുക്കുക. ഇതിലോട്ട് ഇച്ചിരി ഉപ്പും കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു പാൻ ഗ്യാസ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാവുമ്പോഴുണ്ടല്ലോ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് വറുത്തെടുക്കുക. ചിക്കനിലേക്ക് പരട്ടിയ മസാല ഇല്ലേ, ഇതിന് കൂട്ടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പരീക്ഷിക്കണേ. ചിക്കൻ ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നോളം ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതങ്ങ് മാറ്റി വെച്ചിട്ടേ മിക്സിയിൽ കുഞ്ഞു ജാർ എടുത്തിട്ട് ബോയിൽ ചെയ്ത പൊട്ടാറ്റോവും പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. വലിയ പേസ്റ്റ് ആവില്ല, എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ഒന്നും ഇല്ലല്ലോ. ഒരു പ്രാവശ്യം ഇങ്ങനെ അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് തുറന്നിട്ടേ അതിലോട്ട് സ്വല്പം വിനാഗിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു ഇച്ചിരിക്കോളം സൺഫ്ലവർ ഓയിൽ കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. ഇതൊക്കെ കൂടി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയപ്പോഴാണ് അയ്യോ പഞ്ചസാര ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. എന്നിട്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തു. ഇപ്പൊ കറക്റ്റ് മയണീസിന്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടിട്ടോ. അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി 2 തക്കാളിയും ഒരു കുഞ്ഞു പീസ് ക്യാബേജും കൂടി കുനുകുനായിട്ട് അരിഞ്ഞു വെച്ചു. ഇതോടൊപ്പം തന്നെ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്നും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ലാസ്റ്റ് ഇതിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മയണീസും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചപ്പാത്തി എടുത്തിട്ടേ നടുക്കിൽ ഈ മിക്സ്ചർ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് അത് റോൾ ചെയ്യാം. ഏട്ടൻ സൈഡിൽ നിന്ന് ഇങ്ങനെ കമന്ററി പറയുണ്ടായി, വാസു ചപ്പാത്തിയുടെ ബേസിൽ ഉണ്ടല്ലോ കെച്ചപ്പ് അങ്ങനെ സ്പ്രെഡ് ചെയ്യണം, അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നു. ശരിയാണ്, പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ ഈ സംഭവം അത്രയ്ക്ക് നല്ലതല്ലല്ലോ. നമ്മള് വീട്ടിലുണ്ടാക്കുന്നത് തന്നെ പിന്നെയും ഓക്കെയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ആദ്യം ഉണ്ടാക്കിയ ഷവർമയിൽ അങ്ങനെ ചെയ്തില്ല കേട്ടോ. പിന്നെ ഫോറസ്റ്റും ഗൗരിയും കെച്ചപ്പ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായി. ആ ഏട്ടൻ അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു. ചിക്കൻ പാത്തുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ ചപ്പാത്തിയിലൊക്കെ റോൾ ചെയ്ത് ഇത് കൊടുക്കുമ്പോ അവള് കഴിക്കുന്നു. എന്ത് പറ്റിയാണോ ആദ്യം ഇത് കാണിച്ചപ്പോ മുഖം കൂടി വെട്ടി തിരിച്ചു. അത് കഴിഞ്ഞിട്ട് വിഭു കഴിക്കുന്ന കണ്ടിട്ടാന്ന് തോന്നി ആള് വീണ്ടും എടുത്ത് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കാണ്ടായപ്പോ ഞാൻ അതിന്റെ ഉള്ളിലത്തെ മിക്സർ മാത്രം ഒന്ന് കൊടുത്തു നോക്കി. അപ്പൊ അവള് പറഞ്ഞു പറ്റില്ല, അവൾക്ക് റോൾ ആയിട്ട് തന്നെ കൊടുക്കണമെന്ന്. അങ്ങനെ അത് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്ക് മാത്രമല്ല ഇവിടെ വലിയവർക്കും അതെ ഗംഭീര ഫീസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. പിള്ളേരെ പറ്റിക്കാനായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ.